റൈറ്റ് വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മുതുകാട് സാറിന്റെ വിഷയം തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സത്യസന്ധമായിട്ടും തെളിവുകളുടെ തെളിവുകൾ നിരത്തിയിട്ടും നമ്മളോട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന ട്രിക്സ് ചാനലിന്റെ ഫാസിൽ ബഷീർ സാറിന്റെ വീഡിയോസ് അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ചേർക്കുന്നതാണ്. ഏവർക്കും എടുത്ത് കാണാവുന്നതാണ്. അപ്പം അദ്ദേഹം ഇവരുടെ കള്ളക്കളികൾ തെളിവ് സഹിതം പൊളിച്ചിരിക്കുകയാണ്. അപ്പം അതിന് സീക്രട്ട് ഏജന്റും ഷിയാബും കൂടി വന്നിട്ട് ഇരുന്ന് കുറേ വായ്ത്താരികൾ പാടുന്നത് നമ്മൾ കണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഫാസിൽ സാറ് ഇടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ പറഞ്ഞാൽ, ട്രിക്സ് ചാനലിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ കാണുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ആ ചാനലിന്റെ ഒരു അപ്രമാദിത്യം, ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അതിൽ കൂടെ തന്നെ ഊഹിച്ചാൽ മതി. അപ്പൊ ഇവരുടെ കള്ളക്കളികളും എല്ലാ കള്ളക്കളികളും ഫാസിൽ സാറ് തകർത്തിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, അദ്ദേഹം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞ് നേരിട്ട് ഷിയാബിന്റെ അടുത്ത് പോയിട്ട് ഷിയാബിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതേപോലെ തന്നെ ഡിഫറെന്റ് അവിടെ പോയിട്ട് മുതുകാട് സാറിന്റെ ആ സ്ഥാപനത്തിൽ പോയിട്ട് അന്വേഷിക്കുകയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ ചേർക്കുകയും ചെയ്തു. ഇവർ പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ ഞാനിതിൽ നിങ്ങൾക്ക് കാണിക്കാം. പറയാൻ പറ്റില്ല, കാരണം ഇത് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട് എന്നാണ് ഇന്നലെ ഫാസിലിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ അവിടെ ഒരു കോമഡി ഉണ്ട്. ഫാസിൽ എന്നെ വിളിച്ചപ്പോ എന്നോട് വാട്സാപ്പിൽ പറഞ്ഞത്, ഇത് അങ്ങനെ ഒരു സീരീസ് ആക്കി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സത്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വോയിസ് ഉണ്ടോ? പിന്നെ വോയിസ് ഉണ്ട്. ഞാനിപ്പോ ഷിയാബിന്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ ഞാൻ പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിൽ ആ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അതുമായിട്ട് മുമ്പോട്ട് സീരീസ് പോലെ പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതല്ല, നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മറുപടി പറയണമെങ്കിൽ അത് ഓക്കെ, എനിക്ക് തിരിച്ച് റിപ്ലൈ തരേണ്ട കേസുകളാണെങ്കിൽ മാത്രം ഞാൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടല്ലോ, അതിങ്ങനെ എപ്പിസോഡ് വൈസ് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള റീച്ചും കൂടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഫാസിൽ സാറ് ഇവരെ വീഡിയോ ചെയ്യുന്നേരം അത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നും ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആ വീഡിയോയിൽ ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇവരെന്താക്കിയത്, ചൊടിപ്പിച്ചത്. എന്താ പറഞ്ഞാൽ, പുള്ളിക്കാരന് സത്യസന്ധമായിട്ടും ഇതിന്റെ തെളിവുകൾ സഹിതവും ഹാജരാക്കുന്നേരം ഇവർ തെളിവുണ്ട് എന്ന് പറയല്ലാതെ യാതൊരു തെളിവുകളും ഇവര് കൊണ്ടുവരുന്നില്ല. പിന്നെ പറയുന്നത് 3-4 അമ്മമാരുടെ കാര്യങ്ങളാണ് ഇവർ എടുത്തെടുത്ത് പറയുന്നത്. അവരുടെ കരച്ചിലും അവരുടെ കാര്യങ്ങളുമാണ് ഇവർ പറയുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ള കള്ളി വെളിച്ചത്താവാൻ പോവുകയാണ്. ഇനി കുറച്ച് കാലം കൂടിയേ ഉള്ളൂ. കുറച്ച് എപ്പിസോഡുകളും കൂടി നമ്മൾ കാണുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തു വരും. ട്രിക്സിലൂടെ യഥാർത്ഥ സത്യം പുറത്തു വരും. നമുക്കും അവിടെ പോയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മളിതൊരു ചെറിയ ചാനലാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. പിന്നെ മൊത്തത്തിൽ ഇവരെന്നെ ഇപ്പൊ ചെയ്യുന്നത് കണ്ടില്ലേ, ഒരാളുടെ കാര്യം, ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആയാലും ശരി, സുനിത ദേവദാസ് ആയാലും ശരി, അങ്ങനത്തെ എല്ലാ ആൾക്കാരും, മുതുകാടിനെതിരെ സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും ഇവര് പറയുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. പക്ഷേ ട്രിക്സ് ചാനലില് ഫാസിൽ ബഷീർ സാറ് അങ്ങനെയല്ല സംസാരിക്കുന്നത്. അദ്ദേഹം 2 കൂട്ടരുടെ കാര്യങ്ങളും കേട്ട് അത് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇവരുടെ കാര്യത്തിൽ എന്താണോ, ഇവിടെയുള്ള തെളിവുകൾ എന്താണോ, അവിടെയുള്ള കാര്യങ്ങൾ എന്താണോ എന്ന് വ്യക്തമായിട്ടാണ് പറയുന്നത്. ഫാസിലിനെ ഇങ്ങനെ ഒരു വിദേശ പര്യടനം നടത്തി അതിൽ കാശിന്റെ ഒരു ഇടപാടുകളിൽ മുതുകാട് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് നമുക്ക് തന്നെയുണ്ട്. പുള്ളിക്കാരന്റെ കല്യാണം കാര്യങ്ങളുമായിട്ട് കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്തതും, പിന്നെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരാളെ അവിടെ ഇദ്ദേഹത്തെ ഫ്ലൈറ്റിന് എയർപോർട്ടിൽ കൊണ്ടാക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിളിച്ചു ചോദിക്കുകയും കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ച്
അദ്ദേഹത്തിനോട് എന്തായാലും കൊണ്ടാക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയ ഒരു മനുഷ്യനെ ഇട്ടച്ചു പോയിരുന്നു. അങ്ങനെ ഓരോ കള്ളങ്ങളും പൊളിയുകയാണ്. നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. അപ്പോ ഷിഹാബ് ബ്രോ, ആ നമ്മൾ എക്സ്പെക്ട് ചെയ്തതൊക്കെ വരുന്നുണ്ടല്ലേ? പിന്നെ അതായത് ട്രിക്സ് ബൈ ഫാസിൽ വരുന്നും വീഡിയോ എടുക്കുന്നൊക്കെ ഈ ഇഷ്യൂ തുടങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ അത്യാവശ്യം നല്ല റിലേഷനിലാണ്, മുതുകാടും ഫാസിലും. അത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ള സ്റ്റാഫായിരുന്നു, ഗ്രൂപ്പിലുള്ള ആളായിരുന്നു. ഓക്കെ. കാരണം എനിക്കത് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പര സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നമ്മൾ പഴയ വീഡിയോസും സാധനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴൊക്കെ മൂപ്പര സ്ഥാപനത്തിൽ പോയത്, മൂപ്പര കൂടെയുള്ള നമുക്ക് ഒരാളുടെ ഒപ്പം ഒരു വ്യക്തി ഫോട്ടോ ഇടും പറയാലോ. റെസ്പെക്റ്റ് ആണോ, ഫ്രണ്ട് ആണോ, അല്ലെങ്കിൽ ഗുരു ആണോ, എന്ത് ഫീലിംഗ് ആണെന്നുള്ളത് അങ്ങനെയാണല്ലോ. അപ്പം മനുഷ്യന്മാർ, അപ്പൊ ഞാനത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഏകദേശം. അപ്പൊ ഒരു ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കാൻ വേറൊരു കാരണമുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് നിങ്ങളിതൊന്നും കാണുന്നില്ലേ, നിങ്ങളവിടെ പോയതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്നൊക്കെ അന്ന് ഒരു തുടക്കത്തിലെ ദുബായിലുള്ളപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ തന്നെ ഞാൻ ഇട്ടൊരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വ്യക്തിയെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ വ്യക്തി വരുമായിരിക്കും, ആ വ്യക്തി വന്ന് സംസാരിക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ ഒന്ന് എറിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് ട്രിക്സ് ബൈ ഫാസിലിന്റെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം കണ്ടില്ലേ, മുതുകാട് സാറിനെതിരെ സപ്പോർട്ട് ചെയ്ത് ഇവര് പറയുന്നത് മുതുകാടിന്റെ വൺ സൈഡ് മാത്രമാണ് ആര് ഈ ട്രിക്സ് ചാനലില് വൺ സൈഡ് മാത്രമാണ് പറയുന്നത്. ഇത് കാണുന്ന ഇവര് പറയുന്ന അരിഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇവരൊക്കെ എന്തിനാ, ഇവരൊക്കെ ഭയങ്കര പുണ്യാളന്മാരാണല്ലോ. ഇവരിതിനൊന്നും വേണ്ടിയിട്ടല്ല. ഏതൊരു കാര്യങ്ങളായാലും അതിൻ്റെതായ ഒരു അടിസ്ഥാന തത്വങ്ങളുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണ്ടേ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇവര് പറയുന്നത് മാത്രം സത്യം. അദ്ദേഹം വേറെ ആര് മുതുകാടിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം കള്ളത്തരം. ഇവര് പറയുന്നത് മാത്രമാണ് സത്യം. മറ്റുള്ളവരൊക്കെ മുതുകാടിന്റെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്. നമുക്കിത് സത്യാവസ്ഥയല്ലേ. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിപ്പോ കണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരിക വിചാരിച്ചോളൂ. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഓരോ ക്വസ്റ്റ്യനും ഇവരോട് ചോദിക്കുന്നവരോ ഇവര് പറയോ മുതുകാട് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കായാലും തെളിവുകൾ സഹിതല്ലേ എന്തും ചെയ്യാൻ പറ്റും. തെളിവുകളല്ല എല്ലാത്തിനും ആധാരം. ഇപ്പൊ കോടതിയിലായാലും ശരി, ഇപ്പൊ ഒരാള് കൊലപാതകയായാലും ശരി, എന്ത് തെറ്റ് ചെയ്ത ആളായാലും ശരി, അദ്ദേഹത്തിന്റെ ഭാഗവും കേൾക്കും. ആരാണോ ആരാണോ ആരോപിതൻ ആരാണോ ആരതായാലും അത് രണ്ട് സൈഡും കേട്ടിട്ടാണ് കോടതി ഒരു വിധി തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവര് പറയുന്നത് മാത്രം കേട്ടിട്ടാണോ വിധി നിർണയം ആണോ? അല്ല. അപ്പൊ ഇവരെന്താണ് പറയുന്നത്? ഇവര് പറയുന്നതാണ് സത്യം. ഇത് മാത്രമാണ് സത്യം. ട്രിക്സ് ചാനല് മുതുകാടിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കോപ്രായങ്ങളാണെന്നാണ് ഇവരാരോപിക്കുന്നത്. പക്ഷേ ഇവരാരോപിക്കുന്നത് തന്നെ നമുക്ക് നേരെയും തിരിച്ചാരോപിച്ചൂടെ? ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇല്ലായ്മ ചെയ്യാനും ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ ഇത്രയും നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ആ മനുഷ്യനെ തകർക്കാനും തച്ചുടയ്ക്കാനും നോക്കുന്ന ഇവരാണോ നല്ലത്? അതല്ല ആ സത്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ട്രിക്സ് ചാനലാണോ നല്ലത്? ആ ട്രിക്സ് ചാനലിൽ കാണിച്ച ആ എപ്പിസോഡ് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവര് പറയുന്നത് 100% പച്ചക്കള്ളമാണ്. പച്ചക്കള്ളവും പച്ച നുണയാണ്. എന്താണെന്നാലും 5 വർഷത്തോളം എടുത്ത് ഇവ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. നമുക്ക് ആ വ്യക്തി ജെന്യൂൻ ആയിട്ട് വന്നിട്ട് ട്രൂ ആയിട്ട് രണ്ട് സൈഡും കേട്ട് സംസാരിക്കുമോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഉറപ്പ് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 75% വൺ സൈഡഡ് ആണ്. അല്ല, എനിക്ക് അദ്ദേഹം വന്നപ്പോ തന്നെ 100% വൺ സൈഡ് ഫീൽ ചെയ്തത്. കാരണം അതുകൊണ്ടാണ് ഞാന് കണ്ടില്ലേ, മുതുകാട് സാറിനെതിരെ സപ്പോർട്ട് ചെയ്ത് ഇവര് പറയുന്നത് മുതുകാടിന്റെ വൺ സൈഡ് മാത്രമാണ് ആര് ഈ ട്രിക്സ് ചാനലില് വൺ സൈഡ് മാത്രമാണ് പറയുന്നത്. ഇത് കാണുന്ന ഇവര് പറയുന്ന അരിഹാരത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇവരൊക്കെ എന്തിനാ, ഇവരൊക്കെ ഭയങ്കര പുണ്യാളന്മാരാണല്ലോ. ഇവരിതിനൊന്നും വേണ്ടിയിട്ടല്ല. ഏതൊരു കാര്യങ്ങളായാലും അതിൻ്റെതായ ഒരു അടിസ്ഥാന തത്വങ്ങളുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണ്ടേ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇവര് പറയുന്നത് മാത്രം സത്യം. അദ്ദേഹം
വേറെ ആര് മുതുകാടിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം കള്ളത്തരം. ഇവര് പറയുന്നത് മാത്രമാണ് സത്യം. മറ്റുള്ളവരൊക്കെ മുതുകാടിന്റെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്. നമുക്കിത് സത്യാവസ്ഥയല്ലേ. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിപ്പോ കണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരിക വിചാരിച്ചോളൂ. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഓരോ ക്വസ്റ്റ്യനും ഇവരോട് ചോദിക്കുന്നവരോ ഇവര് പറയോ മുതുകാട് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കായാലും തെളിവുകൾ സഹിതല്ലേ എന്തും ചെയ്യാൻ പറ്റൂ. തെളിവുകളല്ല എല്ലാത്തിനും ആധാരം. ഇപ്പൊ കോടതിയിലായാലും ശരി, ഇപ്പൊ ഒരാള് കൊലപാതകയായാലും ശരി, എന്ത് തെറ്റ് ചെയ്ത ആളായാലും ശരി, അദ്ദേഹത്തിന്റെ ഭാഗവും കേൾക്കും. ആരാണോ ആരാണോ ആരോപിതൻ ആരതായാലും അത് രണ്ട് സൈഡും കേട്ടിട്ടാണ് കോടതി ഒരു വിധി തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവര് പറയുന്നത് മാത്രം കേട്ടിട്ടാണോ വിധി നിർണയം ആണോ? അല്ല. അപ്പൊ ഇവരെന്താണ് പറയുന്നത്? ഇവര് പറയുന്നതാണ് സത്യം. ഇത് മാത്രമാണ് സത്യം. ട്രിക്സ് ചാനല് മുതുകാടിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കോപ്രായങ്ങളാണെന്നാണ് ഇവരാരോപിക്കുന്നത്. പക്ഷേ ഇവരാരോപിക്കുന്നത് തന്നെ നമുക്ക് നേരെ തിരിച്ചാരോപിച്ചൂടെ? ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാനും ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ ഇത്രയും നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ആ മനുഷ്യനെ തകർക്കാനും തച്ചുടയ്ക്കാനും നോക്കുന്ന ഇവരാണോ നല്ലത്? അതല്ല ആ സത്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ട്രിക്സ് ചാനലാണോ നല്ലത്? ആ ട്രിക്സ് ചാനലിൽ കാണിച്ച ആ എപ്പിസോഡ് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവര് പറയുന്നത് 100% പച്ചക്കള്ളമാണ്. പച്ചക്കള്ളവും പച്ച നുണയാണ്. എന്താണെന്നാലും 5 വർഷത്തോളം എടുത്ത് ഇവ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. 2 കൈയും കാലും മാത്രമേ ഇല്ലാത്തുള്ളൂ, വളയാത്തൊരു നട്ടലുണ്ട്. അതുകൊണ്ട് ഒരു എഡിറ്റിംഗും ഇല്ലാത്ത വ്യക്തമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. താങ്കൾക്ക് അങ്ങനെ ഒരു നട്ടലുണ്ടെങ്കിൽ താങ്കൾ ആ വീഡിയോ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് സത്യസന്ധമായി ഇടാമായിരുന്നു. കണ്ടോ, CP ഷിഹാബിന് ഭയങ്കര നട്ടല്ല. അദ്ദേഹത്തിന് നട്ടല് വെച്ചത് ഇപ്പോഴാ. എത്ര 4-5 വർഷം കഴിഞ്ഞവർ, ആ സ്ഥാപനത്തിന് ഇറങ്ങി 4-5 വർഷം കഴിഞ്ഞവരാണ് ഇദ്ദേഹത്തിന് നട്ടലുള്ള മനുഷ്യനായത്. അതുവരെ ഇയാൾക്ക് നട്ടലില്ല കേട്ടോ. മുതുകാട് സാറിന്റെ അവിടെ നിന്ന് ഒഴിവാക്കിയതിനു ശേഷമാണ് ഇയാൾക്ക് നട്ടലുണ്ടായത്. നട്ടലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് നട്ടല് വെച്ചതിന് ശേഷമാണ് ഇയാൾ നട്ടല് നോർത്തി നിൽക്കുന്ന അഭിപ്രായം പറഞ്ഞത്. 5 വർഷം കഴിയേണ്ടി വന്ന നട്ടലുണ്ടാവാൻ. എന്താ ചെയ്യ? അതിൽ കൂടെ തന്നെ നമുക്ക് പറയാം ഇത്രത്തോളം കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമാണ് ഇവർ പറയുന്നത്. അതിൽ ആ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിച്ചടിക്കുകയുണ്ട്. ട്രിക്സ് ചാനലിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതാണ് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം ഇല്ലായ്മ ചെയ്യാനും കുറച്ച് ആൾക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കി കുറച്ച് കുട്ടികളെ മാത്രം ഇട്ട് ആ അമ്മമാർക്കൊക്കെ പല സ്ഥലത്തും സർക്കിറ്റ് അടിക്കാനും സാധിക്കാതെ വന്നേരം ഉള്ള ആ ഒരു മനോവേദനയും മനോവിഷമവുമാണ് അവർ തീർക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. 195 കുട്ടികൾ ഇപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ അമ്മമാർക്കൊന്നും ഇല്ലാത്ത വേദനയും കാര്യങ്ങളാണ് ഈ ഒരു 3-4 അമ്മമാർക്കുള്ളത്. അത് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായിക്കൂടെ? ഏതൊരു അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കും ചിന്തിച്ചാൽ മനസ്സിലായിക്കൂടെ ഈ ഒരു കാര്യം എന്താണ്? ഈ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഇവരുടെ ഈ ഒരു കുരുട്ട് ബുദ്ധി മനസ്സിലാക്കാൻ നമുക്ക് ഇവന്മാരെ മാതിരി പൊട്ടന്മാരാണോ നമ്മൾ ഓരോരുത്തരും കാണുന്ന ആള്? അംഗവൈകല്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് മാത്രം സത്യമാണ്, അംഗവൈകല്യം ഉള്ളവനോണ്ട് മൂപ്പര് പറയുന്നതൊക്കെ സത്യമാണെന്ന് വെച്ചു കൊടുക്കാനൊന്നും നമ്മളെ പോലുള്ള ആൾക്കാർക്ക് സാധിക്കൂല. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ ഇവരിനി എത്ര കാലം ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എത്ര കാലം ഇതിനെതിരെ ഇവര് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടെങ്കിലും സാധിക്കുന്നതല്ല. പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് കണ്ടിട്ട് വരാം. കഴിഞ്ഞാ ഷിഹാബ് ബ്രോന്റെ കല്യാണത്തിന് മുതുകാട് വന്നു. അതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. RK മലയത്ത് സാറിനെ കണ്ടിട്ട് ഇന്റർവ്യൂ എടുത്തപ്പോ RK മലയത്ത് സാർ ഗുരുവാണ്. ആ ഗുരുവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ RK മലയത്ത് സാറിന്റെ ഒരു എല്ലാരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു വേദി, ആ വേദിയിലേക്കും അദ്ദേഹം വന്നിട്ടുണ്ട്.
അപ്പൊ ചെയ്യും, അത് ചെയ്യും. അതൊരു മനുഷ്യൻ. അതിനാണ് ഞാൻ ഈ ബാക്ക് സ്റ്റോറീസ് ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തന്നത്. അതായത് ഈ മലയത്ത് സാർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അദ്ദേഹത്തിന് ഇത്രയും സങ്കടവും വിഷമവും കൊടുത്ത് മലയത്ത് സാർ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അന്ന് എന്റെ ഇന്റർവ്യൂവിൽ മലയത്ത് സാർ പറയുന്നത് പലരും ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും മൂപ്പർ അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും വന്നു. അപ്പൊ അങ്ങനെ പോണ ഒരു വ്യക്തിക്ക് അപ്പോ ഈ എന്താ പറയുക, ഏത് സിറ്റുവേഷനിലും അവിടെ പോവാ വലിഞ്ഞ്, നമ്മുടെ നാട്ടിൽ പറയാം വലിഞ്ഞ് കയറി വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാൾ ഉറപ്പായിട്ട് അന്ന് എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പിറ്റേന്ന് എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. വന്നതിൽ ഷിഹാബ് ബ്രോയ്ക്ക് ഒരു വിഷമവും ഇല്ല. വലിഞ്ഞു കയറി വന്നതായിട്ട് ഷിഹാബ് ബ്രോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അത് കണ്ടില്ലേ, കല്യാണത്തിന്റെ ആ കാര്യം തന്നെ പറയുന്നത് കണ്ടില്ലേ. നമ്മളിപ്പോ തെറ്റി, ഭയങ്കര വൈരാഗ്യമാണ് പണത്തിന്റെ കാര്യത്തിൽ. എന്താണ് പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് പറയുന്നുണ്ട്. എന്ത്, അയാള് വിദേശത്ത് പോയാലോ പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പേടിയുള്ള മനുഷ്യനാണ് എന്ത് ഈ ഒരു പണം കിട്ടിയരം. പണത്തെ എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, എത്രയോ ആവട്ടെ, എത്രയായാലും ആ പണം കിട്ടിയരം ആ പണം സാർ പറഞ്ഞത് എനിക്കിതാ, ഞാനത് നാട്ടിൽ വന്നിട്ട് നിനക്ക് തരാം, നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പൈസ കൊടുക്കാത്ത അതന്നെ ഈ ട്രിക്സ് ചാനലിൽ തന്നെ നമ്മൾ കണ്ട്, ആ പണത്തിനാണോ, അങ്ങനെ ആ പണം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഇവനെ വെച്ചേക്കോ, CP ഷിഹാബിനെ വെച്ചേക്കോ, അങ്ങനെ പണത്തിന് മാത്രം മൂല്യം കൽപ്പിക്കുന്ന ആളാണ്, പണത്തിന് മാത്രമാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എന്നുണ്ടെങ്കിൽ വെച്ചേക്കോ, ഇല്ല. അതിൽ തന്നെ കാണിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് കസ്റ്റംസ് വഴി കസ്റ്റംസുകാരോട് അത് അറിയിച്ചിട്ട്, വിവരങ്ങൾ അറിയിച്ചിട്ട് കള്ളപ്പണം അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഷിഹാബ് പറയാ, വേറെ പലതും കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ എന്താ പറയാ, ഇതിനൊക്കെ എന്താ പറയാ, ഇത്രയും പൊട്ടത്തരങ്ങളാണ് ഇവര് വിളിച്ചു പറയുന്നത്. ഓരോന്നും ഇത്രയും വിഡ്ഢിത്തരങ്ങളാണ് ഇവര് വിളിച്ചു പറയുന്നത്. അതാണ് നമ്മളൊക്കെ ഇവരെ താങ്ങാനും ഇഷ്ടം പോലെ ആൾക്കാർ. അതിലാണ് നമുക്ക് വേദന. ഇവരെയും താങ്ങാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതിലാണ് നമുക്ക് വേദന. ഇത്രയും നല്ലൊരു സ്ഥാപനം കൊണ്ടു നടക്കുകയും അത്രയും വിശാല ഹൃദയമുള്ള ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതിന് അവരൊപ്പാണ് ആൾക്കാർ നിൽക്കുന്നത്. എല്ലാ ആൾക്കാരും നല്ല കേട്ടോ പറയുന്നത്, എന്നാലും കുറച്ച് ആൾക്കാർ ഇവരൊപ്പം ഉണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ചിന്തിച്ചിട്ടാണ്, നമ്മളെ കേരള ജനതയിലും ഇങ്ങനെ ഉണ്ടല്ലോ ചിന്തിച്ചിട്ടാണ് നമുക്ക് വിഷമമുള്ളത്. എന്നിട്ട് അദ്ദേഹം പിറ്റേന്ന് ആ കല്യാണത്തിന്, ഷിഹാബിന്റെ കല്യാണത്തിന് പോവുകയും ചെയ്തു. അപ്പൊ സീക്രട്ട് ഏജന്റ് പറയാ, ഗുരുനാഥനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചവനാണല്ലോ. എന്ത് ഗുരുനാഥൻ എന്റെ അമ്മോ, ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഗുരുനാഥൻ എന്താണ്? ആ ഗുരുനാഥന്റെ ശിഷ്യഗണങ്ങള് ഉയർച്ചയിലേക്ക് എത്തുന്നതിന് അഭിമാനിക്കുന്നവനാണ് ഗുരുനാഥൻ, യഥാർത്ഥ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാളൊന്നും ഗുരുനാഥൻ എന്ന് അയാളെ വിളിക്കാൻ പറ്റില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ ചടങ്ങിന് ഇദ്ദേഹം പോവുകയും അവിടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതുവരെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്, എന്ത്, കല്യാണത്തിന് അതുകൊണ്ട് വലിഞ്ഞു കയറി വന്നതാണല്ലോ. ഇവന്റെ ബിരിയാണി തിന്നാൻ വലിഞ്ഞു കയറി വരേണ്ട ആളാണല്ലോ മുതുകാട്. എന്താണെന്നറിയോ, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്താ ചെയ്യ. അപ്പൊ തന്നെ നമുക്ക് ഇവരെ കള്ളക്കളികളും കള്ളത്തരങ്ങളും മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഇവരെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കും ട്രിക്സ് ചാനലിന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്താ പറഞ്ഞാൽ അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഈ യൂട്യൂബ് ചാനലില് ബന്ധപ്പെട്ടിട്ടുള്ള ചാനലുകളിൽ ഇത്രയും നല്ല സത്യസന്ധതയും ആത്മാർത്ഥതയോടെയും കൃത്യമായിട്ട് ആ തെളിവുകൾ സഹിതവും പറയുന്ന ഒരു ചാനലാണ് ട്രിക്സ് ചാനൽ. അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു കാലം, ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തു. അദ്ദേഹത്തിന്റെ ചാനൽ ഓരോ എപ്പിസോഡിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഓരോ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അത് വെയിറ്റ് ചെയ്ത് അതിന്റെ പൊള്ളത്തരങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതും നമ്മൾ അതിൽ പെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ മനുഷ്യന്റെ ആ ചാനല് അത്ര ആത്മാർത്ഥതയോടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് പരിചയം ഉണ്ടായിട്ടല്ല, പക്ഷെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് നമുക്ക് തരുന്ന ആ ഫീലിങ്സ് നമുക്കറിയാം അത് എത്രത്തോളം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ തെളിവുകൾ സഹിതം നിരത്തിയിട്ട് ഇവരെ പൊളിച്ചടുക്കിയ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും കാണുക, എന്നിട്ട് സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. ഈ അധമധാരികളുടെ
ഈ വിഡ്ഢിത്തരം വിളിച്ച് എഴുന്നള്ളിക്കുന്ന ഈ കാര്യങ്ങളും പൊള്ളത്തരങ്ങളും നിങ്ങൾ തിരിച്ചറിയണം. ആ മുതുകാട് സാറിന്റെയും ആ സ്ഥാപനത്തിനെയും പൂട്ടിക്കാനും മുതുകാട് സാറിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇവരുടെ കുബുദ്ധി നിങ്ങൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നതും. ഇത്തരം നല്ലൊരാള് അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ആ നല്ല കാര്യങ്ങളും തെളിവുകൾ സഹിതം മുന്നോട്ട് കൊണ്ടുവരുന്നവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആ ചാനലിനും അതിനും വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും എന്താണ് സത്യം എന്ന് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകുകയും ചെയ്യണം. അല്ലാതെ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്താൽ ചവിട്ടി താഴ്ത്തുന്നവരെ ഒപ്പം നിൽക്കാതെ നമുക്കും അണിചേരാം ഈ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. മുതുകാട് സാറിന്റെ ഈ സ്ഥാപനം ഒരുപാട് കുട്ടികൾക്ക് വീണ്ടും അത്താണിയും ആ മാതാപിതാക്കൾക്കൊക്കെ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്താനുള്ള ആ ഒരു സാധ്യത വീണ്ടും വീണ്ടും വളർത്തിക്കൊണ്ടുവരാനും ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഈ സ്ഥാപനം നല്ലൊരു വളർച്ചയിലേക്ക് എത്താൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും ആ സ്ഥാപനത്തിന് നൽകിക്കൊണ്ടും ട്രിക്സ് ചാനലിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത പ്രേക്ഷകർ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരൊറ്റ ഈ വിരലുകൊണ്ട് അമർത്തുന്ന ആ ഒരൊറ്റ ഇതാണ് നമ്മളുടെ ചാനലിന്റെ മുന്നോട്ടുള്ള നമ്മളുടെ ശക്തി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഈ എളിയ ചാനലിനെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്നും ആ അനുഗ്രഹം സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.